Good morning students. ഇന്ന് നമ്മൾ പല ടൈപ്പ് ഓഫ് കപ്ലിംഗ് സ്കീംസിനെ കുറിച്ച് കാണാം. അപ്പോൾ കപ്ലിംഗ് സ്കീം എന്താണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ്റെ കേസിൽ നമുക്കറിയാം ഹൈഡ്രജൻ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ലിഥിയം സോഡിയം എക്സെട്ര കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ മെനി ഇലക്ട്രോൺ ഉണ്ടെങ്കിലും ഔട്ടർ ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കേസിൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ കണ്ടുപിടിക്കുമ്പോൾ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ആറ്റം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ ഒറ്റ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം മാത്രം കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ മെനി ആറ്റംസ് വിൽ ബി ഹാവിങ് മോർ ദാൻ വൺ ഇലക്ട്രോൺ. സോ ഇൻ ദിസ് കേസ് നമ്മുടെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് മെനി ഇലക്ട്രോൺ ആറ്റം എന്ന് പറയുന്നത് വെക്റ്റർ സം ഓഫ് ദി ഇൻഡിവിജ്വൽ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഒരു വെക്ടോറിയൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഓരോ ഇലക്ട്രോണിൻ്റെയും ആംഗുലർ മൊമെൻറ്റം നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം വി ഹാവ് ടു ഗെറ്റ് ദി ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ആറ്റം. സോ ഈ വെക്ടർ സം കണ്ടുപിടിക്കാൻ രണ്ട് രീതിയിലാണ്, രണ്ട് സ്കീംസ് അവൈലബിൾ ആണ്. വൺ ഈസ് കോൾഡ് LS കപ്ലിംഗ് സ്കീം ആൻഡ് ദ അതർ വൺ ഈസ് കോൾഡ് JJ കപ്ലിംഗ് സ്കീം. ആദ്യം നമുക്ക് LS കപ്ലിംഗ് സ്കീം എന്താണെന്ന് കാണാം. ഇവിടെ ഈ സ്കീം സജസ്റ്റ് ചെയ്തത് റസൽ ആൻഡ് സാൻഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ റസൽ സാൻഡേഴ്സ് കപ്ലിംഗ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ LS കപ്ലിംഗ് സ്കീമിൽ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെപ്സാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം L1, സപ്പോസ് രണ്ട് ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യത്തെ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം L1ഉം രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം L2ഉം കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ക്യാപിറ്റൽ L എന്ന് പറയുന്നത് L1 + L2 ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ L വിൽ ബി സമ്മേഷൻ LI എന്ന് പറയുന്ന എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഒരുമിച്ച് ആഡ് ചെയ്യുന്നു. ദാറ്റ് വിൽ ഗീവ് യു ആൻ L വാല്യൂ, ക്യാപിറ്റൽ L വാല്യൂ. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇൻഡിവിജ്വൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് ഇലക്ട്രോണിൻ്റെ S1ഉം S2 ആണ് അതിൻ്റെ സ്പിന്നെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വി വിൽ ബി ഹാവിങ് എ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം, സ്പിൻ ആംഗുലർ മൊമെൻറ്റം S. അതായത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും സ്പിൻ ആംഗുലർ മൊമെൻറ്റവും സെപ്പറേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? Lഉം ഈ റിസൾട്ടൻറ്റ് Lഉം റിസൾട്ടൻറ്റ് എസ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദി ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം J ഓഫ് ദി ആറ്റം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ J എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം, L ഈസ് ദി ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ, S ഈസ് ദ സ്പിൻ ആംഗുലർ മൊമെൻറ്റം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം L എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻറ്റിജർ ആയിരിക്കും, ഇൻക്ലൂഡിങ് 0. ആൻഡ് S ഈസ് ആൻ ഇൻറ്റിജർ. ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ കേസിൽ S ഒരു ഇൻറ്റിജർ ആവും. ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളതെങ്കിൽ S വിൽ ബി ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ആയിരിക്കും. അതായത് രണ്ട് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഹാഫ് പ്ലസ് ഹാഫ് ഒന്നുകിൽ 1 ആകാം, അല്ലെങ്കിൽ ഹാഫ് മൈനസ് ഹാഫ് 0 ആകാം. 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ യു വിൽ ബി ഹാവിങ് എ ഹാഫ് അല്ലെങ്കിൽ 3/2 ആ രീതിയിലായിരിക്കും പോലും. ഇനി ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗർ ഈസിയാണ്, നിങ്ങൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. രണ്ട് ഇലക്ട്രോൺ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് S1, ഇത് സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഡ്യൂ ടു ഫസ്റ്റ് ഇലക്ട്രോൺ. ഇത് ആ ഇലക്ട്രോണിൻ്റെ തന്നെ L1. സോ S1 ഈസ് അലോങ് ദിസ് ഡിറക്ഷൻ, L1 ഈസ് അലോങ് ദിസ് ഡിറക്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടിൻ്റെയും കൂടെ ഇവിടെ സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ ഇതെന്ന് പറയുന്നത് S2 ആൻഡ് ദ സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ L2 എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് L1ഉം L2ഉം കൂടെ ആഡ് ചെയ്യണം. L1 ഈസ് അലോങ് ദിസ് ഡിറക്ഷൻ, L2 ഈസ് അലോങ് ദിസ് ഡിറക്ഷൻ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ദാറ്റ് ഡയഗണൽ വിൽ ഗീവ് യു ദ വാല്യൂ ഓഫ് L. അതുപോലെ S1 അലോങ് ദിസ് ഡിറക്ഷൻ, S2 അലോങ് ദിസ് ഡിറക്ഷൻ, കംപ്ലീറ്റ് ദിസ് ആൻഡ് ദെൻ ദ റിസൾട്ടൻറ്റ് വിൽ ബി S. ഇനി നമ്മൾ എന്ത് ചെയ്യണം? Sഉം Lഉം കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ S ഇസ് അലോങ് ദിസ് ഡിറക്ഷൻ, L ഇസ് അലോങ് ദിസ് ഡിറക്ഷൻ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഡോട്ടഡ് ലൈൻ അതാണ് കാണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഡയഗണൽ വിൽ ഗീവ് യു ദ വാല്യൂ ഓഫ് J. സോ ദിസ് ഇസ് ദി LS കപ്ലിംഗ് സ്കീം. ഇനി രണ്ട് ഇലക്ട്രോൺ, നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് ഇലക്ട്രോണിൻ്റെ കേസിൽ
ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇൻറ്റിജർ ആയിരിക്കും എസ് വാല്യൂ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 2 ഇലക്ട്രോണിൻ്റെ സ്പിന്ന് ഒന്നുകിൽ ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എസ് വിൽ ബി ഹാഫ് പ്ലസ് ഹാഫ് 1 ആയിരിക്കും. ഇനി അല്ലെങ്കിൽ പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് ഒരു ഇലക്ട്രോണിൻ്റെ സ്പിൻ ഇങ്ങനെയും ഒരു ഇലക്ട്രോണിൻ്റെ സ്പിൻ ഇങ്ങനെയും അലൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റ് സ്പിൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി 3 ഇലക്ട്രോണിൻ്റെ കേസിൽ 3 ഇലക്ട്രോണിൻ്റെ സ്പിൻ ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുകയാണെങ്കിൽ റിസൾട്ടൻറ്റ് സ്പിൻ എന്ന് പറയുന്നത് 3/2. ഇവിടെ നമുക്ക് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അതുകൊണ്ടാണ് ഹാഫ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എസ് ഹാഫ് ആയിട്ട് നമുക്ക് ഇൻറ്റിജറായിട്ട് നമുക്കിവിടെ കിട്ടാത്തത്. ഇനി അടുത്തൊരു പോസിബിലിറ്റി S1ഉം S2ഉം അല്ലെങ്കിൽ S1ഉം S3യും ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാം. ഇപ്പോൾ S1 S2 ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുകയാണെങ്കിൽ S3 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുകയാണെങ്കിൽ ഹാഫ് ആയിരിക്കാം. ഇനി 4 ഇലക്ട്രോണിൻ്റെ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ എല്ലാം ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് ദ റിസൾട്ടൻറ്റ് വാല്യൂ വിൽ ബി 2. അല്ലെങ്കിൽ 3 ഒരേ ഡയറക്ഷനിൽ ഒരെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അങ്ങനെയാണെങ്കിൽ 1. അല്ലെങ്കിൽ 2 ഒരേ ഡയറക്ഷനിൽ അടുത്ത 2 വേറൊരു ഡയറക്ഷനിൽ, അങ്ങനെയാണെങ്കിൽ 0. ഇത്രയാണ് നമ്മൾ റിസൾട്ടൻറ്റ് സ്പിന്നിൻ്റെ കേസ് പറയുന്നത്. ഇപ്പോൾ LS കപ്ലിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 2 ഇലക്ട്രോൺ നമുക്കുണ്ടെങ്കിൽ 2 സെപ്പറേറ്റ് ആയിട്ട് S1 S2 ആഡ് ചെയ്യുക, എന്നിട്ട് റിസൾട്ടൻറ്റ് S വരും. 2 സെപ്പറേറ്റ് L1 L2 ആഡ് ചെയ്യുക, അപ്പോൾ റിസൾട്ടൻറ്റ് L വരും. Lഉം Sഉം കൂടെയുള്ള വെക്ടോറിയൽ അഡീഷൻ വിൽ ഗിവ് യു ദ വാല്യൂ ഓഫ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം. ഇനി നമുക്ക് JJ കപ്ലിംഗ് സ്കീമിലേക്ക് പോകാം. JJ കപ്ലിംഗ് സ്കീമിൽ LS കപ്ലിംഗ് സ്കീമിൽ ഇൻഡിവിജ്വൽ L1 L2 ആഡ് ചെയ്തിട്ട് L കിട്ടി, S1 S2 ആഡ് ചെയ്തിട്ട് S കിട്ടിയെങ്കിൽ JJ കപ്ലിംഗ് സ്കീമിൽ ഇൻട്രാക്ഷൻ കൂടുതൽ Lഉം Sഉം തമ്മിൽ. അപ്പോൾ സപ്പോസ് 2 ഇലക്ട്രോൺസ് ആർ ദെയർ, അതിൻ്റെ L1ഉം S1ഉം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ J കിട്ടും. എന്നിട്ട് L2ഉം S2ഉം കൂടെ ആഡ് ചെയ്തിട്ട് വി വിൽ ബി ഹാവിങ് എ J2 വാല്യൂ. എന്നിട്ട് ഈ J1ഉം J2ഉം കൂടെ ആഡ് ചെയ്തിട്ട് വി വിൽ ബി ഹാവിങ് എ റിസൾട്ടൻറ്റ് J. അപ്പോൾ ഈ ഒരു കേസിൽ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന കേസിലാണ് JJ കപ്ലിംഗ് സ്കീം വരിക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഫൈൻഡ് ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം J1 ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഇലക്ട്രോൺ ബൈ ആഡിങ് ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം L1 ടു ഇറ്റ്സ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അതായത് നമുക്ക് J1 എന്ന് പറയുന്നത് L1ഉം S1ഉം കൂടെ ആഡ് ചെയ്യുക. That will give you the value of J1. ഇനി അടുത്ത എന്ത് ചെയ്യും, നമ്മൾ എല്ലാ എന്നിട്ട് ഇപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. 2 ഇലക്ട്രോണിൻ്റെയും ഇവിടെ നമ്മൾ JI എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. I ഇവിടെ 2 ആണെങ്കിൽ നമുക്ക് യു വിൽ ബി ഹാവിങ് 2 J വാല്യൂസ്, J1 J2. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ J വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം J അസോസിയേറ്റഡ് വിത്ത് ദി ഇലക്ട്രോൺ. ഇനി സാധാരണ JJ കപ്ലിംഗ് എംപ്ലോയ് ചെയ്യുന്നത് when the interaction between spin and orbital vectors of each electron is stronger than the interaction between individual electron spin vectors or the orbital vectors. So this type of coupling സാധാരണ വരുന്നത് heavy atoms-ൻ്റെ കേസിലും when the atom is placed in a strong external magnetic field. ഇനി ഇതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ S1 ഇതാണ് നമ്മുടെ L1. സോ S1ഉം L1ഉം കൂടെ കംപ്ലീറ്റ് ദിസ് ആൻഡ് ദെൻ ദ ഡയഗണൽ വിൽ ഗിവ് യു ദ വാല്യൂ ഓഫ് J1. S2 ദെൻ L2 ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി J2. ഇനി J2 along this direction, J1 along this direction, complete this parallelogram and then the diagonal will give you the J value. So this is the JJ coupling scheme. സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ പ്രാവശ്യം എസ് ആയിട്ട് ചോദിച്ചിരുന്നു. ഇനി നമുക്ക് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ്, ദാറ്റ് ഈസ് നോൺ ആസ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇത് പറയുന്നത് നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം എക്സിസ്റ്റ് ഇൻ സെയിം ക്വാണ്ടം സ്റ്റേറ്റ്. അതായത് ആറ്റത്തിലെ 2 ഇലക്ട്രോൺ ഒരിക്കലും ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഒരു ആറ്റത്തിൻ്റെ കേസിൽ ഓരോ ഇലക്ട്രോണിൻ്റെയും കേസിൽ ദർ ആർ 4 ക്വാണ്ടം നമ്പേഴ്സ് ഡിറ്റർമിൻ ദ സ്റ്റേറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി. അത് നമ്മൾ N, L, ML, MS. N എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, ML ആൻഡ് MS ഇത് പ്രൊജക്ഷനാണ്. Lൻ്റെ പ്രൊജക്ഷൻ ML ആൻഡ് Sൻ്റെ പ്രൊജക്ഷൻ MS. സോ
ഈ പ്രിൻസിപ്പിൾ നമുക്ക് ഒന്നുകൂടെ റീസ്റ്റേറ്റ് ചെയ്യാം. നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ഐസൊലേറ്റഡ് ആറ്റം മേ ഹാവ് ദ സെയിം 4 ക്വാണ്ടം നമ്പേഴ്സ്. അതായത് ഒരു ഇലക്ട്രോണിനും ഒരേ 2 ഇലക്ട്രോൺ വിച്ച് ആർ ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ് അങ്ങനെ പോസിബിളേ അല്ല. അപ്പം ശരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ നമ്മളെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ഒക്യുപ്പൈ ഇൻ എ ഗിവൺ ഷെല്ല് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾക്ക് സാധാരണ KLMN അങ്ങനെയാണ് ഷെൽസിനെ വിളിക്കുക. K ഷെല്ലിൻ്റെ കേസിൽ എന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പം എല്ലിൻ്റെ വാല്യൂ എന്ത് വരും? n-1 വാല്യൂസ്, അതായത് 1 - 1 വാല്യൂ, ദാറ്റ് മീൻസ് L ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ MLന് സാധാരണ 2L+1 വാല്യൂസ് ആണ്, പക്ഷേ -L to +L, MLന് L ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇവിടെ ഒരു വാല്യൂയെ പോസിബിൾ ഉള്ളൂ. സോ MLന് ദാറ്റ് വിൽ ബി 0 വാല്യൂ. Now S is equal to half. അത് ഒറ്റ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് S equal to half ആണ്. MSന് 2 വാല്യൂ ആണ് പോസിബിൾ ആയിട്ടുള്ളത്, -S2 +S -half, 2 × half +1, 2 values and they are +half and -half. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിനെ നോക്കുകയാണെങ്കിൽ 2 ഇലക്ട്രോൺ പോസിബിൾ ആണ്. അതായത് N equal to 1, L equal to 0, ML equal to 0, then MS equal to +half. അങ്ങനെ ഒരു ഇലക്ട്രോൺ പോസിബിൾ ആണ്. അടുത്ത സ്റ്റേറ്റിൽ MS equal to -half. അങ്ങനെ അടുത്ത ഇലക്ട്രോൺ, അങ്ങനെ 2 ഇലക്ട്രോൺ ആ ഒരു K ഷെല്ലിൽ ഉൾക്കൊള്ളും. ഇനി L ഷെല്ലിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ N equal to 2. N equal to 2 ആകുമ്പോൾ Lന് 2 വാല്യൂസ് പോസിബിൾ ആണ്, 1ഉം 0യും. സോ N equal to 2, L equal to 0 ആകുമ്പോൾ ML equal to 0, MS equal to +or-half. അപ്പോൾ വിത്ത് MS equal to +half ഒരു ഇലക്ട്രോൺ, MS equal to -half അടുത്ത ഇലക്ട്രോൺ, അങ്ങനെ 2 ഇലക്ട്രോൺ പോസിബിൾ ആണ്. ഇനി അടുത്ത കേസിൽ N equal to 2, L equal to 1, MLന് -1, 0, +1. അപ്പോൾ -1 ML equal to -1ന് കറസ്പോണ്ടിങ് ആയിട്ട് MS +half, MS -half, അങ്ങനെ 2 ഇലക്ട്രോൺ. ML equal to 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് MS +half, -half, അങ്ങനെ 2 ഇലക്ട്രോൺ. ML equal to 1ന് കറസ്പോണ്ടിങ് ആയിട്ട് MS equal to +half, -half, അങ്ങനെ 2 ഇലക്ട്രോൺ. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ സമ്മറി ആയിട്ട് വരച്ചിട്ടുണ്ട്. N equal to 1, L equal to 0, ML equal to 0, +half, -half, അങ്ങനെ 1, 0, 0, +half ഒരു ഇലക്ട്രോൺ, 1, 0, 0, -half അടുത്ത ഇലക്ട്രോൺ, അങ്ങനെ 2 ഇലക്ട്രോൺ ആ സ്റ്റേറ്റിൽ പോസിബിൾ ആണ്. N equal to 2 with L equal to 0 you have 2 electrons. N equal to 2, L equal to 1 you have -1, 2, 1, -1, +half, -half ഒരു ഇലക്ട്രോൺ, 2, 1, -1, +half, -half അടുത്ത ഇലക്ട്രോൺ, 2, 1, 0, +half, +half അടുത്ത ഇലക്ട്രോൺ, 2, 1, 0, -half അടുത്ത ഇലക്ട്രോൺ, 2, 1, +1, +half ഒരു ഇലക്ട്രോൺ, 2, 1, +1, -half അടുത്ത ഇലക്ട്രോൺ, അങ്ങനെ 6 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു.